ഹായ് സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ വീഡിയോ ഒരു തോരൻ റെസിപ്പിയാണ്. പച്ചക്കായ കൊണ്ടുള്ള തോരൻ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ എങ്ങനെയാണ് ഈ ഒരു തോരൻ റെസിപ്പി തയ്യാറാക്കാമെന്ന്. പച്ചക്കായ ഞാനിവിടെ 5 എടുത്തിരിക്കുന്നത്. ഇത് റോബസ്റ്റ് ആണ്. നേന്ത്രക്കായ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. റോബസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കടായിൽ കുറച്ച് വെള്ളവും നമ്മുടെ പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചാനുള്ള പരിപാടികൾ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 8 ചേർത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന് മുന്നേ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇടാൻ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരമുറി തേങ്ങയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പച്ചക്കായ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചക്കായ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരൻ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിന് രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.